ഈ ഒരു വീഡിയോയിൽ ISLുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണത്. എന്തായാലും അതിന് മുമ്പ് ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെയും പറയുന്ന കാരണം എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരും ചെയ്യില്ല. അതുകൊണ്ടാണ്. സോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസും ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ISL എന്ന് തുടങ്ങുമെന്നായിരുന്നു എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. ഫൈനലി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഇതിപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ്, അതായത് 2024-25 സീസൺ സെപ്റ്റംബർ 14 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശപ്പെടുന്ന ഒരു ന്യൂസാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം കഴിഞ്ഞ 3-4 സീസണായിട്ട് കൊച്ചിയിൽ വെച്ചായിരുന്നു മിക്കവാറുമുള്ള ഉദ്ഘാടന മാച്ചസ് എല്ലാം തന്നെ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഉദ്ഘാടന മാച്ച് കൊൽക്കത്തയിലായിരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൊച്ചി വെക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയിട്ടില്ല, ട്രോഫി വിജയിച്ചിട്ടില്ല, ഷീൽഡ് വിജയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കൊച്ചിയിലൊരു മാച്ച് വെക്കുക? സോ മിക്കവാറും എല്ലാ ലീഗിൽ നിങ്ങൾ നോക്കിയാൽ മതി, കിരീടം വിജയിച്ച ടീമുകൾക്കാണ് മിക്കവാറും ഓപ്പണിംഗ് മാച്ച് വെക്കാറുള്ളത്. സോ ഇവിടെ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ല. സോ എങ്ങനെയാണ് അവർ കൊച്ചി വെക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം അതുകൊണ്ട് തന്നെയാണ് അവർ മാറ്റിയത്. പക്ഷേ അതിൻ്റെ ടെലികാസ്റ്റിംഗ് പാർട്ട്നേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് കൊച്ചി തന്നെ വേണം ഉദ്ഘാടന മാച്ചായിട്ട്. സോ അങ്ങനെയാണ് കൊച്ചി കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. ബട്ട് ഇപ്രാവശ്യം അങ്ങനെയല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. സ്റ്റിൽ ഹൈദരാബാദ് FC ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 10 ബാനായി കഴിഞ്ഞു. സോ ഇനി എങ്ങനെ അവർ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം.